കർത്താവേ, ജോർജിനെ നീ പന പോലെ വളർത്തുന്നു, എന്നെ പടവലം പോലെ കീപ്പോട്ടും. കർത്താവിന്റെ മുന്നിലെങ്കിലും നിങ്ങൾക്ക് പരദൂഷണം പറയാതിരുന്നൂടെ മനുഷ്യ. കർത്താവേ, നീ കരുണയുള്ളവൻ. എന്തെന്നാൽ നല്ലവളായ ഒരുത്തിയെ കെട്ടുവളായി തന്നല്ലോ. നിന്നെ ഞാൻ സ്തുതിക്കുന്നു. ഞാനും എന്റെ കുടുംബം മാത്രം ഗുണം പിടിക്കണമേ. പിന്നെ കർത്താവിന് വേറെ ഒരുത്തനും ഗതി പിടിക്കരുത്. ആ ജോർജിനെ തകർക്കണമേ കർത്താവേ, നിനക്ക് സ്തുതി. എന്റെ മാതാവേ, ഇത് ഞാനിത് എന്തോത്തിന്റെ കേടാ. ദേ മനുഷ്യ, എനിക്ക് പ്രാർത്ഥിക്കണം കേട്ടോ. നീ പ്രാർത്ഥിച്ചോ? പ്രാർത്ഥിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു. മെഴുകുതിരി പിന്നെ എന്തിനാ ഊതിക്കെടുത്തിയത്? എടി മറുതേ, മറിയക്കുട്ടി, ഈ 8 ദിക്ക് പൊട്ടുമാർ പ്രാർത്ഥിച്ചാലും മെഴുകുതിരി കത്തിച്ചാലും എന്റെ കാച്ചാ പോകുന്നേ. ചുമ്മാതല്ല നാട്ടുകാര് വേട്ടാവളിയാന്ന് വിളിക്കുന്നത്. നാട്ടുകാര് തെണ്ടികളെ എന്ത് വേണേ വിളിച്ചോട്ടെടി. വേട്ടാവളിയാന്നോ എന്ത് വേണേ വിളിച്ചോട്ടെ. പണ്ടവർക്ക് ഞാൻ അളിയനായിരുന്നു, വെട്ടിക്കോട്ടളിയൻ. ഇപ്പം വേട്ടാവളിയൻ. അതിന് കയ്യിലിരിപ്പ് നന്നാവണം. കർത്താവിന്റെ ഉള്ളിൽ മുട്ടുകുത്തിയിട്ടോ മുറി മെഴുകുതിരി കത്തിച്ചു വെച്ചിട്ടോ ഒരു കാര്യമില്ല. കയ്യിലിരിപ്പ് ഒരുപാട് നന്നായിട്ടുള്ളവനായിട്ടായിരുന്നല്ലോ നിന്റെ പ്രേമം. എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. ഞാൻ എപ്പം ആയിരുന്നേ എന്നെ പൊന്നുപോലെ നോക്കിയേനെ. അപ്പൊ ചോറ് ഇവിടെ കൂറവിടെ അല്ലടി മറ്റവന്റെ മോളെ. എന്റെ പിള്ളേരുടെ അപ്പനായിപ്പോയി. അല്ലെങ്കിൽ ഈ മറിയക്കുട്ടി ഇപ്പൊ കാണിച്ചു തന്നേനെ. നീ എന്നെ കാണിക്കാന്? അല്ല, അല്ലേലും അവനെ പറയുമ്പോ നിനക്ക് ഇച്ചിരി നോവും. പഴയ കാമൂനല്ലേ പരനാറി. നിങ്ങളുടെ അത്രയും നാറിയല്ല അത് ഞാൻ കേട്ടോ. നിന്റെ തന്ത വള്ളപ്പറമ്പിൽ കൊച്ചൗസപ്പ നാറി, ഞാനല്ല കേട്ടോടി. തുടങ്ങി രണ്ടും രാവിലെ. മനുഷ്യന് സ്വൈരം തരത്തില്ല. സ്വസ്ഥത സമാധാനം കിട്ടിയിട്ട് എന്തിനാടാ 24 മണിക്കൂറും ഫോണിൽ കളിക്കാനല്ലേ? അപ്പാ, ഞാൻ പരീക്ഷയ്ക്കുള്ളതാ ഫോണിൽ നോക്കുന്നേ. ഇത് ഞാൻ വല്ല വെളിയും വെള്ളിയാഴ്ച ഉണ്ടോ മക്കളെ? മക്കള് പോയി മോൻ കഴിവി അടുപ്പേന്ന് ചായ എടുത്തു കുടിക്ക്. ഞാൻ കേൾക്കുന്നല്ലേ, വെക്കടാ വെടി, തട്ടടാ, കൊല്ലടാ, ഇതൊക്കെ ഏത് പരീക്ഷക്കാരുള്ളത്? ഒന്ന് പോവാപ്പാ, അമ്മച്ചി ഒരു ചായ. നീ വാടാ മക്കളെ. അയ്യാ, കൊല പൊടിക്കാതൊരു കുഞ്ഞ് പാല് കൊടുക്കടി. അപ്പൊ നമ്മള് പെട്ടപ്പാ. എന്നാടാ വല്ല പൊല്ലാപ്പം ഉണ്ടാക്കണം നീ? അതല്ലപ്പാ. പിന്നെന്താ, വല്ല പാർട്ടി കേസ് വല്ലതും ആണോടാ? അയ്യോ, അതല്ലപ്പാ. തുറന്നു പറയണം മോനെ. സലോമിന്റെ മോള് വിദേശത്ത് വരണപ്പാ. നീ ചുമ്മാതെ പുളു അടിക്കാതെ കൊച്ചനെ. സത്യം, അപ്പനാണ് കർത്താവാണ്. അവളുടെ മോള് വരുന്നു. അവളിപ്പോ എന്തിനാണ് ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നേ? അപ്പൻ സലോമിരുന്ന് കയ്യിൽ നിന്ന് വെച്ച പൈസ കൊടുക്കപ്പാ. ഇങ്ങനെ നീ എന്നെ പറ്റിക്കാൻ വേണ്ടി പറയല്ലടാ. ആ പിള്ളേര് വരുമ്പോ മിക്സിയും ഗ്രൈൻഡറും വാഷിംഗ് മെഷീനും ടിവിയും യൂറോപ്യൻ ക്ലോസറ്റും ഒക്കെ വേണ്ടേപ്പാ. കാശ് കൊടുക്കപ്പാ. നടക്കുമെന്ന് തോന്നില്ല മക്കളെ. പെട്ടടാ. അപ്പാ, ഞാൻ എന്റെ പടമൊക്കെ എടുത്ത് അയച്ചു കൊടുത്തണപ്പാ പണ്ട്. ആ പിള്ളേര് വരുമ്പോ അതില്ലെങ്കിൽ കുഴപ്പമാപ്പാ. അയ്യോ എടി മറിയക്കുട്ടി, ഓടി വാടി. എന്താ പച്ച? അയ്യോ, എന്നാ പറ്റി അപ്പച്ച? എടാ, നിന്റെ ഫോൺ എടുത്ത് നോക്കടാ, അവളെ വിളിച്ചായിരുന്നു. ഇതേൽ വിളിച്ചിട്ടുണ്ട്. എന്റെ ദൈവമേ, എന്റെ ദൈവമേ. ചക്കക്കുരു പോലെ ചാടിച്ചാടി നടന്ന മനുഷ്യനാ. ഇപ്പൊ കിടക്കുന്ന കിടപ്പുണ്ടോ കൊളയിട്ട പോലെ ചുരുണ്ടുകൂടി? വല്ല മാർഗമുണ്ടോ മക്കളെ? ഞാൻ നോക്കിയിട്ട് ഒരു വഴിയുണ്ട്. അതെന്നാ ഏട്ടായി? അവളുടെ മകള് വരുമ്പോ ഈ സാധനങ്ങൾ നമുക്ക് വാടക എടുക്കാം. അങ്ങനെ കിട്ടുമോ മക്കളെ? കിട്ടും, പക്ഷെ അപ്പന്റെ പേര് പറഞ്ഞാൽ കിട്ടത്തില്ല. അങ്ങനെ എവിടെന്നാ മക്കളെ കിട്ടുന്നേ? അതിന് വല്ല വാടകയായിരിക്കും അല്ലേ ഏട്ടായി? വാടക കൂടുതലാണെങ്കിലും ഈ സാധനങ്ങളെല്ലാം ഒരു മാസത്തിന് നമുക്ക് എടുക്കണം. ചേട്ടായിക്ക് പരിചയമുള്ള സ്ഥലം വല്ലതും ഉണ്ടോ ഇതെല്ലാം കിട്ടുന്നേ? ചെട്ടിക്കുളത്തെ ട്രേഡേഴ്സ് അവിടെ ഉണ്ട്. ജോർജങ്ങളുടെ കടയിലോ? നമ്മുടെ ജോർജിന്റെയോ? അതും തുടങ്ങിയോ? ഇല്ലാത്ത എന്താ അയാൾക്ക്? അപ്പന്റെ കൂട്ടല്ലല്ലോ. മത്തായി നാടിനും വീടിനും ഗുണമില്ലാത്തൊരു മനുഷ്യൻ, അല്ലാതെ എന്ത് പറയാനാ? അപ്പച്ചന്റെ കുറ്റവും പറഞ്ഞിരിക്കാതെ പോയി വല്ല പോംവഴിയും നോക്ക്. ഇനി അധിക നാളില്ല കൊച്ചുമോള് തന്ത വീട്ടിൽ നിന്ന് വരാന്. നോക്കട്ടെ, വാടാ. പിന്നെ അപ്പനോട് പറയണം ഫോൺ വിളിക്കുമ്പോ എടുക്കാൻ. അപ്പനെ ഫോൺ വിളിച്ചാൽ എടുക്കാത്തൊന്നുമില്ല. ഏട്ടായി വേഗം വാ. അവന്മാർ പോയോ? വല്ലതും നടക്കൂ? മുടിയാനെ കൊണ്ട് നിങ്ങൾ കരുനാക്കെടുത്ത് വളയ്ക്കാതിരിക്കും മനുഷ്യ. ആ പെങ്കൊച്ച് അയച്ചെന്ന കാശ് പലിശ കൊടുത്തപ്പം ആ കാശുമായിട്ട് ആ തെണ്ടി മുങ്ങുമെന്ന് ഞാൻ വിചാരിച്ചോടി. എന്റെ മെമ്പറെന്നോടെ വയസ്സാം കാലത്തെ മുതുമൂത്ത് കാണിക്കാൻ പോകുമ്പോ ഓർക്കണായിരുന്നു. ഒരു പൈസക്കാരൻ മൊയിലാളി. കൊത്തുന്നതേ കൊത്താവൂ, അല്ലേ ഇങ്ങനെ ഇരിക്കും. എടി, ആ കൊച്ച് തള്ള വീട്ടിൽ നിന്ന് ഇങ്ങനെ എഴുന്നള്ളിയോ? നിങ്ങളുടെ അല്ലേ കൊച്ചുമോള്? അപ്പനും മോളുമായിട്ടല്ലേ സ്നേഹം? എനിക്കറിയത്തില്ല. അതേടി, മുടിഞ്ഞ സ്നേഹമാ. എന്റെ കൊച്ചുമോളല്ലേ, അത് നിനക്കെന്താ? ആഹാ, മോള് വന്നോ? ഇതാരാ? വാ വാ. പൊന്നുമോള് എപ്പ വന്നു? എന്നാ ഉണ്ട് വിശേഷം? അമ്മച്ചി നല്ല വിശേഷം. ഒരു ഉമ്മ താമച്ചിക്ക്. ഉമ്മ. ആ കുഞ്ഞുവാവേ, ഉമ്മ. എന്റെ വാവയല്ലേ? ദേ ഒരു പഴം കഴിച്ചേ. Where is your bathroom? Okay. അമ്മച്ചി, where is the paper? ആഹാ, മോക്ക് അമ്മച്ചി തരാൻ പേപ്പർ എന്നാ? ഇതിനാണോ കിടന്നല്ലറിയേ? ഈ പേപ്പർ അല്ല, വെരി ബാഡ് ഷീറ്റ്. അമ്മച്ചി,
ഈ പേപ്പറല്ല. പിന്നെ ഓഹോ, മലയാളം പത്രം അല്ലല്ലേ? എന്നാൽ നാളെ മുതൽ മലയാളം പത്രം മാറ്റി ഇംഗ്ലീഷ് പേപ്പർ അടിക്കാം. പോരെ മോളെ? സോറി അപ്പച്ച, ബാത്റൂമിൽ ഉപയോഗിക്കുന്ന പേപ്പർ ടിഷ്യൂ. പിന്നെ ഇവിടെ യൂറോപ്യൻ ക്ലോസറ്റും അല്ല. നീ ഇന്നെങ്ങനെയെങ്കിലും സഹിക്ക്, നാളെ ശരിയാക്കാം. ഷുവർ ആണോ സണ്ണിയങ്ങളെ? നീ ഇതൊന്നും അമ്മയുടെ പോയി പറയരുത്. മോളെ ദേ, ഈ അപ്പച്ചന്റെ മാലയെ പിടിച്ച നാണയിട്ടെ. ഇവിടെ നടക്കുന്ന സംഭവങ്ങളൊന്നും അമ്മച്ചിയോടും അപ്പനോടും പറയില്ലെന്ന് നാണയിട്ടേരെ. ഞാൻ കർത്താവാണേ. ഇവിടെ നടക്കുന്ന ഒരു കാര്യവും അപ്പച്ചനോടും അമ്മയോടും പറയില്ലെന്ന് സത്യം. ഞാൻ കർത്താവാണേ. ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും അപ്പച്ചനോടും അമ്മച്ചിയോടും പറയില്ല, സത്യം. മക്കളെ വന്നതൊക്കെ വന്നു. എന്റെ പൊന്നുമോള് പോയി കുളിച്ച് സുന്ദരിയായിട്ട് വന്നേ. ചെന്നാട്ടെ. ശരി. നീ എന്റെ കൂടെ വന്നിട്ട് എങ്ങോട്ടാ പോയത്? ഞാൻ അളിയന്റെ വീട്ടിൽ പോയിട്ട് ഇങ്ങോട്ട് വന്നു. എന്തായാലും നല്ല പണിയായി പോയി. പുലി പോലെ വന്നത് എലി പോലെ പോയല്ലോ എന്റെ കർത്താവേ. കഷ്ടപ്പെട്ടതെല്ലാം ഞങ്ങളും, ക്രെഡിറ്റ് എല്ലാം കർത്താവിന്. അപ്പൻ ഈ കാശ് എടുത്ത് ജപ്പാറിന് കൊടുക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? എടാ പലിശ കിട്ടുമെന്ന് പറഞ്ഞു. 100 5 പലിശ. ഇപ്പോ 125 കിട്ടിയല്ലോ. മിണ്ടാതിരി, ആ കൊതിഞ്ഞോണെ അമ്മണി കയറി വരുന്നുണ്ട്. ആഹാ, ഇവിടെ എന്തോ ഒരു വട്ടമേശ സമ്മേളനം. അതൊക്കെ പറയാൻ ചേച്ചി. ചേച്ചി എന്തിനാ വന്നേ? ഞാൻ ആ മെമ്പറെ ഒന്ന് കാണാൻ വന്നതാ കുഞ്ഞെ. എന്നാ കൊച്ചു പ്രശ്നം? വീട്ടിൽ വല്ല വഴക്കുവാന്നോ? എന്റെ പ്രശ്നമല്ല, ഇവിടത്തെ ഇളയ മോനെ എന്റെ മോലാളിയുടെ മോളുമായിട്ടേ ലവ്വാ. നേരോ? എന്റെ കർത്താവേ, ഒരു കുരിശ് മാറുമ്പോ അടുത്ത കുരിശാണേ. ഇവനെ കൊണ്ട് തോറ്റല്ലോ. കൊല്ലും ഞാൻ അവനെ. വല്യപ്പച്ചനാവാൻ പ്രായമായി, ഇപ്പോഴും കറുപ്പിച്ചോണ്ടിരിക്കുക. കൊച്ചു ചെറുക്കണമെന്നല്ലയോ വിചാരം? നീ ഒന്ന് പൊടി വെങ്കൊച്ചേ. ഞാൻ ഒരുക്കിറങ്ങിയാലേ നിത്യസുന്ദര നായകൻ KP ഉമ്മറും തോറ്റുപോകും. അറിയാൻ മതി നിനക്ക്? എന്തിനാ പപ്പ വല്ലവരുടെ മുഖവും വേഷം കൂട്ടി ഇങ്ങനെ നടക്കുന്നേ? നമുക്ക് നമ്മുടേതായിട്ടുള്ള പേഴ്സണാലിറ്റി ഉണ്ടല്ലോ. അങ്ങനെ നീ എന്നെ കളിയാക്കാതടി. ഞാൻ എന്റേതായി എഴുതി കൂട്ടിയ കവിതാ പുസ്തകങ്ങളും CD ആൽബങ്ങളും പല പല ക്ലബ്ബുകാർ തന്ന സമ്മാനങ്ങളും ഷോക്കേസിലിരിക്കുന്നത് നീ കണ്ടിട്ടില്ലടി. കവിതാ പുസ്തകവും പ്രകാശനവും CD ഇതൊക്കെ ഓരോ വട്ടം ഇറങ്ങുമ്പോഴും അപ്പച്ചന്റെ അക്കൗണ്ടിലെ പണം കാലിയാവും, അതുറപ്പാ. കാശ് 10 പോട്ടടി. പ്രശസ്ത കവി വെണ്ണിക്കുളം ജോർജ് കേരളക്കരയാകെ തിളങ്ങി നിക്കല്ലടി. ഈ കണ്ണാടിക്കും പപ്പ ഇടുന്ന ജുബായ്ക്കും മാത്രമേ ഉള്ളൂ തിളക്കം. അതിരിക്കട്ടെ, ഇന്ന് സൺഡേ സ്കൂളില്ലടി? അതോ ഇന്ന് പോകുന്നില്ലേ? പപ്പ ഇന്ന് പള്ളിയിലേക്ക് വരുന്നില്ലേ? ഓ, പള്ളി. ഇന്ന് വേറൊരു പരിപാടിയുണ്ട്, അതിന് പോകണം. എന്താ, വല്ല വെള്ളം കുടിയാണോ അതോ കവി സമ്മേളനമോ? വന്ന് പപ്പയുടെ പുസ്തക പ്രകാശനത്തിലെ കവിതകൾ കേൾക്കാൻ ബംഗാളികളെ പോലും കിട്ടാനില്ലെന്നാ സംഘാടകർ പറയുന്നത്. അത് പരദൂഷണക്കാരടി, ആ മത്തായി മക്കളും. മത്തായിച്ചിനെയും മക്കളെയും കുറ്റം പറയാതെ പപ്പ നല്ലൊരു പ്രണയ കവിത എഴുത്, ഞാനും പാടാം. വേണ്ടായേ, മക്കളിപ്പോ വേദപഠനത്തിന് പോയാട്ടെ. പപ്പ ഈ പണി എന്ത് ചെയ്തോട്ടെ. ശരി, പിന്നെ കാണാം. ബൈ കവിരാജാവേ, ടാറ്റാ. ആയിക്കോട്ടെ ഗാന കോകിലമേ. ഓക്കേ. ഞാൻ എവിടെല്ലാം തിരക്കി, ഇവിടുത്തെ മറ്റു പരിപാടി എന്റെ അടുത്ത് കാണിച്ചു കേട്ടോ. നിന്ന് തുള്ളാതെ മെമ്പറെ. മത്തായിയുടെ വീടിന് മുന്നിലെ റോഡ് നന്നാക്കില്ല. പിന്നെ അവന്റെ മോൻ ആ പീറ ചെറുക്കൻ ചണ്ണി അടക്കമുള്ളവർ വിചാരിച്ചാൽ ജോർജ് വേണ്ടേ ഒരു തുള്ളി ചെയ്യാൻ കഴിയില്ല. അടുത്ത തവണ അവിടെ വനിതാ ലക്ഷം വന്നാൽ എനിക്ക് മത്സരിക്കാനുള്ളതാ. മത്സരിക്കുമ്പോഴല്ലേ അപ്പം നോക്കാം. മെമ്പർക്ക് വേറെ വല്ലതും പറയാനുണ്ടോ? ഇല്ലെങ്കിൽ പോയാട്ടെ. എന്തിനാടാ ഞാൻ തൊള്ള ഉറങ്ങുന്നേ? ആരെങ്കിലും തൊലഞ്ഞോ? നീ നിന്റെ മുതലാളി ചേർന്ന് എന്തെങ്കിലും ഉടായിപ്പാണോ? ഞാൻ കേൾക്കരുതാത്ത വല്ലതും ഉണ്ടോ? നീ പറയടാ. 4 ആള് കേട്ടാലേ ഈ ജോർജിനെ ഇല്ല. എനിക്ക് ഒളിവും മറവൊന്നുമില്ല. എന്റെ ഈ 2 കൈയും പരിശുദ്ധമാടാ. ആ മത്തായുടെ വീട്ടിൽ അയാളുടെ മകളുടെ മകൾ വന്നിട്ടുണ്ട്. ഓ, അതിപ്പോ വലിയ കാര്യമാണ്. അവളുടെ തല സ്ഥലവും വിദേശത്തല്ലേ. അവിടെ അവധിയാവുമ്പോ ഇങ്ങോട്ട് വരും, പിള്ളേർ ഇവിടെ ഉള്ളത് അങ്ങോട്ട് പോകും. അതല്ല മെമ്പറെ, വേറെ കാര്യമുണ്ട്. എടാ കഴിവേർച്ചവനെ, നീ അത് തുറന്നു പറയടാ. എന്താണെന്ന്? ആ സലോമി കൊച്ചു അയച്ചു കൊടുത്ത പൈസ ആ മത്തായി പലിശക്ക് കൊടുത്തു. ആ പലിശക്കാരൻ അതുകൊണ്ട് മുങ്ങി. പിന്നെ കഥയും കേട്ടോണ്ടിരിക്കാൻ എനിക്ക് നേരമില്ല പ്രസിഡന്റ്. മാറ്റി നോക്കണം, എനിക്ക് മത്സരിക്കാനുള്ളതാ. അങ്ങനെ പോകാതെ ഈ കൊളവധികാരം മൊത്തം കേട്ടിട്ട് പോയാട്ടെ. കുട്ടപ്പ,
എനിക്ക് സമയമില്ല. പാർട്ടിയിലൊരു മീറ്റിംഗ് ഉണ്ട്. നീ മുതലാളിയോട് പറയുന്ന കാര്യങ്ങൾ പിന്നെ എന്റെ സമയം പോലെ പറഞ്ഞു തന്നാൽ മതി. ഞാൻ പോയിട്ട് വരാം. ഓ ശരി. ശരി. മുതലാളി ഞാൻ ആരാമുണ്ട് അതല്ല കാര്യം. എടാ കുട്ടപ്പായി, നീ കൃത്യമായിട്ടുള്ള കാര്യം പറടാ. കൊല്ലും ഞാനവനെ. എടി അമ്മിണിയെ. എന്താ മുതലാളി? ഓ അതുകൊണ്ടോ? എന്നാലും എന്റെ അമ്മണി എന്റെ ദരിദ്രാടി അവന്റെ കൊച്ചിനൊക്കെ പ്രേമിച്ചേ. അവൻ പിടിച്ചത് പുളുങ്കൊമ്പിലല്ലയോ മുതലാളി? കിട്ടിയാൽ ആന, പൊട്ടിയാ നൂല്. പ്രളയിക്കാൻ നടക്കുന്നു. കുട്ടോളം കിടത്തിൽ മുങ്ങി നിൽക്കുന്ന മത്തായിയുടെ മോൻ. മുതലാളി അറിഞ്ഞില്ലേ? എന്തുവാടി അമ്മണി പറ. ആ സലോമി പെണ്ണ് അയച്ചു കൊടുത്ത പൈസ എല്ലാവേ മത്തായി പലിശയ്ക്ക് കൊടുത്തു. എന്നിട്ട് കാശുമായി ജബ്ബാറ് മുങ്ങി പെട്ട് നിൽക്കുവാ മത്തായി. സത്യമാണോടി നീ പറയുന്നത്? അങ്ങാര് മേലണങ്ങി ഉണ്ടാക്കിയ കാശല്ലല്ലോ. ആകെയുള്ള പെണ്ണെ തള്ളി ഗൾഫിലോട്ട് വിട്ടു. അത് നേരെ. നാട്ടിലെ കണ്ടുകൊടുത്ത് പലിശയ്ക്ക് കൊടുത്തു. പരമനാറി മത്തായി. അത്രയ്ക്ക് പണം എവിടെന്നാ മത്തായിക്ക്? എനിക്കൊരു സംശയമുണ്ട് മുതലാളി. എടി അമ്മണി, തറവാടിത്തെ മണവടി. സ്വത്തുക്കൾ എന്റെ അപ്പനപ്പന്മാരായിട്ട് ഉണ്ടാക്കിയതാ. പിന്നെ അല്പം രാജകല എന്നിലുണ്ടല്ലോ. അതാണല്ലോ അഭിനയവും കവിതയും. എന്നെയും മത്തായിയും ഒരേ നോത്തിച്ച് കെട്ടാൻ പറ്റുമോ? നീ പറ. അത് നേരാ. ഒന്നീ തറവാടിത്തം വേണം, നാട്ടിൽ അംഗീകാരം വേണം, അല്ലെങ്കിൽ പണം വേണം, പിടിപാട് വേണം. ഇതെല്ലാമുള്ള മുതലാളിയുടെ മോള് ജാൻസി കുഞ്ഞിനോടാ ആ പേട്ടി ചെറുക്കന് പ്രേമം. ഞാൻ ഞെട്ടിപ്പോയി മുതലാളി. നീ ഞെട്ടാനിരിക്കുന്നതേ ഉള്ളൂ. നീ മാത്രമല്ല, ഈ പഞ്ചായത്ത് വളരെ മൊത്തം ഞാൻ ഞെട്ടിക്കും. വേണം. ഈ അമ്മണി നന്ദിയേട് കാണിക്കത്തില്ല മുതലാളി. എന്തുണ്ടായാലും ഞാൻ അപ്പം മുതലാളി അറിയിച്ചിരിക്കും. എന്നാ ഞാൻ അടുക്കളയിലോട്ട് പോട്ടെ മുതലാളി. എന്നാ കൂടി ഇരിക്കട്ടെ. ശമ്പളത്തിൽ കൂട്ടണ്ടാ. ശരി മുതലാളി. എന്നാ ചെല്ലേ. വിട്ടോ. ഹലോ, എന്റെ ഒരു പുതിയ കവിതാ പുസ്തകം ഇറക്കണം. കവിതയുടെ പേര് കാലഹരണപ്പെട്ട പ്രണയം. പുസ്തക പ്രകാശനവും പിന്നെ ഞാൻ പാടിയ സീരിയൽ പ്രകാശനവും. എഴുത്തുകാർ വേണ്ട, പിന്നെ വണ്ടിക്കൂലിയും വള്ളക്കൂലിയും കൊടുക്കണം. മന്ത്രിമാരാകുമ്പോൾ അവരെ ചെലവിൽ വരുമല്ലോ. സിനിമാ താരങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ നോക്ക്. പൈസയോ? എനിക്കൊന്നും പ്രശ്നമല്ലതേ. എന്നാ ശരി, പുസ്തക പ്രകാശനത്തിന് നമുക്ക് ക്ലബിൽ വെച്ച് കാണാം. ഹലോ സന മെമ്പറെ, ആ പ്രസിഡന്റ് അറിഞ്ഞാൽ കുഴപ്പമാ. അയാളടഞ്ഞു വിട്ടാ. അമ്മിണിയെ ഞാൻ കൈയോടെ എനിക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ചോദിക്കും. ശരി, ഞങ്ങൾ അങ്ങോട്ട് വന്നോളാം. എന്നാത്തിനാ സണ്ണിക്കുഞ്ഞ എന്നെ വിളിച്ചേ? എന്നെ കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യാനാണോ? പൊന്നുമോൾ ഒറ്റ ചെയ്തല്ലോ ഒപ്പിച്ചത്. ആ ജാൻസിയുടെ അച്ഛനോടെല്ലാം പറഞ്ഞു കൊടുത്തത്. എന്നിട്ട് ഇപ്പൊ ഇവിടെ നിൽക്കുക സണ്ണിക്കുഞ്ഞെന്ന് പറഞ്ഞോണ്ട്. ഞാൻ അറിഞ്ഞത് ഞാൻ പറഞ്ഞു. അതിൽ വല്ല തെറ്റുണ്ടോ സദോനു മെമ്പറെ? തെറ്റി ശരിയൊക്കെ പിന്നെ. ഇനി നമ്മൾ പറഞ്ഞ കാര്യം നടക്കണം. മെമ്പർ പറഞ്ഞു വിട്ട് ഇനി ഞങ്ങൾ ആളാക്കി ശ്രമിക്കും. ഒരിക്കലും. പ്രധാന കാര്യം പറയാൻ വന്നതാ.